ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് തിരിച്ച് കണ്ണൂരിലോട്ട് വരുന്ന ദിവസമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാനുള്ള സമയമായി. ലാസ്റ്റ് തിരിച്ചു വരാനായപ്പോഴത്തേക്കും ഐറയ്ക്ക് കിട്ടിയ രണ്ടുപേരാണ് കേട്ടോ, രണ്ട് കളിക്കാൻ കിട്ടിയ ആൾക്കാരാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേക്ക് ഉച്ച തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പുറത്തുനിന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടേ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കലൊന്നും ഇല്ല കേട്ടോ. അകത്ത് കയറും, നേരെ ഷട്ടിലും എടുത്തോണ്ട് ഇറങ്ങും, കുറച്ചു നേരം നിന്ന് കളിക്കും. പിന്നെ അവരുടെ അമ്മമാരൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് നേരെ ചേച്ചി പോകുന്നേന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്കായിരിക്കുവേ. ഇവരുടെ ഗ്യാങ്ങിൽ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ, അനഘയും പാത്തുവും. ഇവർ രണ്ടുപേരായിട്ടാണ് ഐറ കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പാത്തു എവിടെ എന്നിങ്ങനെയൊക്കെ ഐറ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് മൈൻഡിൽ ഇങ്ങനെ ഇവരുടെ പേരൊക്കെ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന ദിവസം ശരിക്കും പറഞ്ഞ വിഷമാണ് കേട്ടോ. രാവിലെ തന്നെ പാക്കിങ്ങും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ ഫുഡ് ഉണ്ടാക്കലും, പിന്നെ സമയം ഇങ്ങനെ ഈവനിങ് ആവും തോറും പിന്നെ ഒരു വെപ്രാളമായിരിക്കേ. ഒരു 3 മണിയൊക്കെ ആയ ടൈമിന് ഞാനിങ്ങനെ ബൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തിനാണ് കേട്ടോ താഴേന്ന് ആശ കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഷെർച്ചനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നിന്നത്. അപ്പം കുഞ്ഞമ്മ വന്നപ്പോഴത്തേക്കും നേരെ കുഞ്ഞമ്മ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം പരത്തി കൊടുത്തു. പിന്നെ കുഞ്ഞമ്മ എന്നെ എല്ലാം ബൂരിയെല്ലാം ചുട്ടെടുത്ത് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അതും വേവിച്ചിട്ടുണ്ടായിരുന്നേ. പോകുന്ന ദിവസം ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്ത് തന്നാലും മതിയാവൂല കേട്ടോ. ഇങ്ങനെ ഓരോന്ന് അത് കഴിക്കുക ഇത് കഴിക്കുക അതെടുത്ത് വെക്ക്, അങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ വരുന്ന ദിവസം ആകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആഹാര ഐറ്റംസ് ഒക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ, മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ആ ദിവസം ആകുമ്പോഴത്തേക്കും ഒന്നും കഴിക്കാൻ ഇറങ്ങത്തില്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വരുത്തി അങ്ങനെ നടക്കും. ഐറയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ, നമുക്ക് കണ്ണൂർ പോവാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട, അപ്പച്ചി മതി, അപ്പച്ചിയുടെ അടുത്ത് മതി, അങ്ങനെ ഒരു മറുപടിയാണ് കേട്ടോ ഐറയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. നമുക്കും ഐറയും കൊണ്ട് ഇവിടെ നിന്നെല്ലാം അങ്ങ് കണ്ണൂർ പോകുന്നത് ഓർക്കുമ്പോൾ വിഷമാണ്. പക്ഷെ പോയല്ലേ പറ്റൂ, അതായിപ്പോയി സിറ്റുവേഷൻ. ഇവിടെ ആകുമ്പോൾ അവൾക്ക് കളിക്കാനെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പപ്പയും അമ്മയെല്ലാം ഉണ്ട്. എപ്പോഴും ഇങ്ങനെ അടുത്തുനിന്നൊക്കെ ആൾക്കാരെല്ലാം വരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും പറയാൻ നമ്മൾ അവളെ അന്വേഷിക്കേണ്ട, ഐറ എവിടെ അങ്ങനെ പറഞ്ഞ് ചോദിക്കണ്ട. അവൾ എപ്പോഴും ഇങ്ങനെ, അവൾ ഫുൾ ടൈം ബിസിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 ദിവസം ആള് ഭയങ്കര സാഡ് ആയിരിക്കും കേട്ടോ. പിന്നെ മാക്സിമം അവളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി അങ്ങനെ ഒരു വിധം ലെവലാക്കി എടുക്കലാണ്. ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഐറയായിട്ട് എല്ലാവരും എത്രമാത്രം അറ്റാച്ച്ഡ് ആണ്, എല്ലാവരും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ എല്ലാവരെയും വിട്ടുപോകുന്ന കാര്യം ഓർക്കുമ്പോൾ വിഷമാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങള് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പം റിക്ഷയിലാണ് കേട്ടോ പോവാറ്. അപ്പോൾ അമ്മയും വരും, പിന്നെ ഞങ്ങളും, പിന്നെ കൂടെ അമ്മയുടെ കൂടെ. അമ്മ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കാവുമല്ലോ റിക്ഷയിൽ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ കൂടെ കൂട്ടുവേ. പിന്നെ നമുക്ക് കുറേ ലഗേജൊക്കെ ഉണ്ടാവും ട്രെയിനിലോട്ടെല്ലാം കൊണ്ടുവെക്കാനെല്ലാം ആയിട്ട്. അങ്ങനെ കിച്ചുവും അമ്മയും കൂടെയാണ് കേട്ടോ കൂടെ വരുന്നത്. ഇപ്രാവശ്യം കിച്ചുവിന് വരാൻ പറ്റിയില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ആശ കുഞ്ഞമ്മയാണ് കേട്ടോ നമ്മുടെ കൂടെ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഐറയും ആശകുഞ്ഞമ്മയും 3-ാം നാളാണ് കേട്ടോ. ആള് ഒരു തരത്തിലും അടുക്കുന്ന ലക്ഷണം ഇല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉമ്മയും ടാറ്റയും ബായി എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ കുഞ്ഞമ്മ ചോദിച്ച സമയത്തിന് ഉമ്മയും കൊടുക്കുന്നില്ല, നേരെ തലയും തിരിച്ചു വെച്ചിരിപ്പാണ്. ട്രെയിനിൽ കയറിയിട്ട് ട്രെയിനിൽ നിന്ന് അവര് തിരിച്ചു പോകാൻ ഇറങ്ങുന്ന സമയത്തും ചോദിച്ചിട്ട് ഉമ്മയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അവസാനം പിന്നെ കുഞ്ഞമ്മ പിടിച്ചു വെച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. റിക്ഷയിൽ വരുന്ന സമയത്തും ആകെ സാഡായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കും എനിക്കും ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടമായിരിക്കും തിരിച്ചു വരുമ്പോൾ. പിന്നെ കുഞ്ഞമ്മ ഇപ്രാവശ്യം കൂടെ ഉള്ളതുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ലെവലിൽ തിരിച്ചു വന്നു. നമ്മൾ എത്ര തന്നെ പ്രായമായാലും നമ്മുടെ അമ്മമാരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വിഷമം തന്നെയല്ലേ. നമ്മൾ പറയാറില്ലേ, കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല എന്ന്. ശരിക്കും അതുപോലെയാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പം നമ്മുടെ ലൈഫിൽ അവർക്കൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് നമ്മളത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുക പോലും ഇല്ല. നമ്മൾ അവരിൽ നിന്നൊക്കെ കുറെ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അകന്ന് നിൽക്കുന്നത് നല്ലതാന്ന് ചില സാഹചര്യങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ആൾക്കാരുടെയൊക്കെ വാല്യൂ മനസ്സിലാക്കാൻ കുറച്ചത് നല്ലതാണ് കേട്ടോ. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും അത് വേറെ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക.
അങ്ങനെ അമ്മ തന്നുവിട്ട പൊതിച്ചോറൊക്കെ കഴിച്ച് രാത്രി കുറേ സമയമൊക്കെ അയറയുടെ കൂടെ കളിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അയറ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉറങ്ങി രാവിലെ കണ്ണൂർ എത്തി കേട്ടോ. ശരിക്കും നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ കണ്ണൂർ സൗത്ത് സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും വേറെ ട്രെയിൻ പാസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സൈഡാക്കി കേട്ടോ ട്രെയിൻ. നിർത്തിയിട്ടു കുറച്ച് സമയം. അപ്പോഴത്തേക്കും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്നാകുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരാൻ കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ റിക്ഷയ്ക്കാണ് കേട്ടോ വീട്ടിലോട്ട് എത്തിയത്. ഇവിടെ വീട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് വീടിന് ചുറ്റും ഒന്നിങ്ങനെ നടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നേരെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നത്. അകത്ത് കയറിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ആദ്യം പോയി ഓടിപ്പോയി നോക്കുന്നത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കും എങ്ങനെ ഉണ്ടെന്ന്. ഭാഗ്യത്തിന് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കുറച്ചിങ്ങനെ വലയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കേട്ടോ. വേഗം തന്നെ ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ വീടിനകത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് ഫ്രഷായി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പകുതി ആശ്വാസമായിട്ടുണ്ടായിരുന്നേ. അയറയെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കൂടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്രാ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.